ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കി എടുത്താലോ. അതിന് നമുക്ക് ആദ്യം സോക്കിംഗ് ഒക്കെ ചെയ്യണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കേക്ക് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ക്രിസ്മസിന് പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന പ്രോസസ്സിംഗ് ആണ് ചെയ്യേണ്ടത്. ആദ്യം 7 ദിവസം മുന്നേ തന്നെ നമ്മൾ ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ഫ്രൂട്ട് സോക്കിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ ഈ ഏലക്കായും കൂടെ 6 ഏലക്കായും കൂടെ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പഞ്ചസാര ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു 4 ഗ്രാമ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഗരം മസാലയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാമ്പൂ ചേർക്കേണ്ട ആവശ്യമില്ല. ഏലക്ക മാത്രം പൊടിച്ചെടുത്താൽ മതി. ഞാൻ ഗരം മസാല ഒഴിവാക്കിയിട്ടുണ്ട്, അതാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ആ പഞ്ചസാരയും അതിനകത്തോട്ട് 100 ഗ്രാം ജാമും അതുപോലെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് വെള്ളമൊന്നും ചേർക്കാതെ പിഴിഞ്ഞെടുത്ത ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ്, അതായത് 1/4 കപ്പ് അതും കൂടെ ചേർത്ത് അതേ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഉടച്ചതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഓറഞ്ചിൻ്റെ പീല് വാങ്ങാനായിട്ട് കിട്ടും, അത് ഇട്ട് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ സ്കിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂണോളം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇനി ഇത് ഒരു നൂൽ പരുവാകുന്നിടം വരെ നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഡേറ്റ്സ് ഒരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ റൈസിൽസും കൂടെ 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കണം. അതൊരു 3/4 കപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് കാഷ്നട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് പീസ് ചെയ്ത് കാഷ്നട്ട് ഒരു 1/4 കപ്പ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്കായും ഗ്രാമ്പും കൂടെ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏലക്ക മാത്രം മതി, ഗ്രാമ്പു വേണമെന്നില്ല. നിങ്ങൾ ഗരം മസാല ചേർക്കുകയെന്നുണ്ടെങ്കിൽ ഗ്രാമ്പു സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതുപോലെ ഒരു വെള്ളം നനവൊന്നുമില്ലാത്ത ഒരു നല്ലതുപോലെ ഡ്രൈ ആയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അതിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 7 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ 7 ദിവസമൊക്കെ ആയി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയ കാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. കാരമൽ കളർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇത് ഞാൻ കാരമൽ സിറപ്പ് തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പം നല്ലതുപോലെ 2 ടേബിൾ സ്പൂൺ കാരമൽ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കാരമൽ ചെയ്തെടുക്കുക. നല്ലൊരു കളർ ചേഞ്ച് ആയി വരണം. ഇത് നല്ല ഡാർക്ക് കളർ വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ മെൽറ്റായതിന് ശേഷം അതുപോലെ കളറൊക്കെ ചേഞ്ചായി നമുക്ക് വേണ്ടുന്ന ആ കറക്റ്റ് കളറായി വന്നതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ആ ഗരം മസാല എത്ര ആഡ് ചെയ്യുന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളൊരു 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മൾ ആ സോക്ക് ചെയ്യാനായിട്ട് ജിഞ്ചർ പൗഡർ ഇടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ കളറൊക്കെ ചേഞ്ചായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഷുഗറും അത് മെൽറ്റ് ചെയ്തപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഈ ഒരു കളർ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ 7 ദിവസം കഴിഞ്ഞു. നല്ല ഫ്രൂട്ട്സൊക്കെ നല്ലതുപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് 1 കപ്പ് ഫ്രൂട്ട്സ് ഞാൻ എടുത്തു ഈ കേക്കിനായിട്ട്. അതിനായിട്ട് ഇനി നമുക്ക് ഫ്ലോർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഷുഗർ, ഞാൻ 1 കപ്പ് ഷുഗർ പൊടിച്ചത് എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 250 ഗ്രാം ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലതുപോലെ സോഫ്റ്റായി വരുന്നിടം വരെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗറും അതുപോലെ ബട്ടറും നല്ലതുപോലെ മിക്സായി കിട്ടണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബീറ്റായി നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 5 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. എല്ലാം ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അങ്ങനെ ഞാൻ 5ാമത്തെ മുട്ടയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസും അതുപോലെ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും. ഇനി ഇത് റം എസൻസ് ആണ് കേട്ടോ. റമ്മിൻ്റെ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ആൽക്കഹോൾ അല്ല. അപ്പോൾ അതും കൂടെ 1/4 ടീസ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്യാരമൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ആ ക്യാരമൽ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ക്യാരമൽ കളറാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളറ് കിട്ടും. ഇപ്പോൾ ഇത് ക്യാരമൽ സിറപ്പ് കൂടെ ഞാൻ 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഡേറ്റ്സ് സോക്ക് ചെയ്തതും അതുപോലെ ഫ്ലോറും കൂടെ കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാക്കി നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കളർ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാരമൽ സിറപ്പ് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു കളറിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിന് കളർ ചെറുതായിട്ടൊന്ന് കുറവുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ക്യാരമൽ സിറപ്പ് 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിന് ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തേക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തു. അടിയിലും സൈഡിലും ഒക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് തന്നെ എടുക്കണം കേട്ടോ, ഈ ഒരു അളവിന്, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അത് റെഡിയായി കിട്ടുള്ളൂ. ഇനി ടാപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ലെവൽ എഴുതി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിരുന്നു. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന പാത്രത്തിലോട്ട് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ വരെ ഇത് ബേക്ക് ആവാനായിട്ട് എടുക്കും. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. സ്ക്യൂറിൽ പറ്റി പിടിച്ചിട്ടില്ലെന്നെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടൊക്കെ ആറി കേക്ക് ടിന്നിൽ നിന്ന് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബേക്കായോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ക്രിസ്മസ് അല്ലേ, അപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തുകൂടെ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.